ഇന്ന് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 31 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നുള്ളതാണ്. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ 12 മാവോയിസ്റ്റുകളെ വധിച്ചു എന്ന വിവരമായിരുന്നു പുറത്തുവന്നെങ്കിൽ ഇപ്പോൾ 31 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നു സുരക്ഷാ സേന എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, സമീപകാലത്തെ വലിയൊരു ഓപ്പറേഷനാണ്. 31 മാവോയിസ്റ്റുകളെ വധിച്ചു എന്ന വിവരം പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കൂടുതൽ നടപടി എങ്ങനെയാണ്? പരിശോധന എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്തെ ഏറ്റവും വലിയ ദൗത്യം, സുരക്ഷാ സേനയുടെ ദൗത്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ ബിജാപൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 31 മാവോയിസ്റ്റുകളെയാണ് ഈ ഛത്തീസ്ഗഡിലെ ബിജാപൂർ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിൽ ഇപ്പോൾ സേന വധിച്ചത്. ഇവരിൽ നിന്ന് ആയുധശേഖരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നതായാണ് ബസ്തർ IGP സുന്ദർ രാജ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ബിജാപൂർ മേഖലയിൽ ഇത്തരമൊരു മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് സുരക്ഷാ സേന സംയുക്തമായി ചേർന്ന് നടത്തിയ തെരച്ചിൽ, അതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും സൈനിക നടപടി സ്വീകരിച്ചതും. 2 ജവാന്മാർക്ക് ഈ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചു. 2 ജവാന്മാർക്ക് പരിക്കേറ്റതായും വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഈ ബിജാപൂർ മേഖല എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും മാവോയിസ്റ്റ് ആക്രമണങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടലും സ്ഥിരമായി നടക്കുന്ന ഒരിടം കൂടിയാണ്. ഇവിടെയാണ് ഇപ്പോൾ ശക്തമായൊരു സൈനിക നടപടി ഇപ്പോൾ സുരക്ഷാ സേന സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെ 31 മാവോയിസ്റ്റുകളെ വധിച്ചതായാണ് സേന പങ്കുവയ്ക്കുന്ന വിവരം. അച്യുതൻ, ഈ ഓപ്പറേഷൻ്റെ ഒരു സ്വഭാവം എന്താണ്? 31 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തുടങ്ങിയ പരിശോധനയാണ്. അതിൻ്റെ പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ് അച്യുതൻ? റീജിത്ത, ഈ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി അത് സേന ശക്തമാക്കിയിട്ടുണ്ട്. അത് പ്രദേശവാസികളുമായി എല്ലാം കൃത്യമായി സുരക്ഷാ സേന ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെതിരായ നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ഈ രഹസ്യ വിവരങ്ങൾ നൽകുന്ന പ്രദേശവാസികളെ മാവോയിസ്റ്റുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും പശ്ചാത്തലവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെയെല്ലാം സുരക്ഷാ സേന കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ നടപടി ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ഇത്തരമൊരു രഹസ്യ വിവരം ലഭിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ സുരക്ഷാ സേന ആരംഭിച്ചത്. ഈ തെരച്ചിലിന് ഇടയിലാണ് ഈ മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഒരു വെടിവയ്പ് സേനയ്ക്ക് നേരെ ഉണ്ടാകുന്നതും തുടർന്ന് അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും. എന്തായാലും സേന ഇപ്പോൾ 31 മാവോയിസ്റ്റുകളെയാണ് ഈ ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരം മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. റിജിത്ത്, ശരി. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. വലിയൊരു ഓപ്പറേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 31 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നു. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പരിശോധനയും മേഖലയിൽ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. ആർ അച്യുതൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.